ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിന് മുന്നേ ഇനി കുറച്ച് സൗഹൃദ മത്സരങ്ങൾ മാത്രമാണ് ബ്രസീലിനെ കാത്തിരിക്കുന്നത്. നാളെ നടക്കുന്ന മത്സരത്തിൽ സെനഗലാണ് ബ്രസീലിന്റെ എതിരാളികൾ. അതിനുശേഷം ടുണീഷ്യയാണ് ബ്രസീലിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. പിന്നീട് മാർച്ച് മാസത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ ഫ്രാൻസ്, ക്രൊയേഷ്യ എന്നീ യൂറോപ്യൻ ടീമുകളെയായിരിക്കും ബ്രസീൽ നേരിടുക. അതിനുശേഷമാണ് ജൂൺ മാസത്തിൽ വേൾഡ് കപ്പ് നടക്കുന്നത്. അതിനു മുന്നേ 2 സൗഹൃദ മത്സരങ്ങൾ കൂടി കളിക്കാൻ ഇപ്പോൾ ബ്രസീൽ ആലോചിക്കുന്നുണ്ട്. അതിലൊന്ന് നോർവേയാണ്. അതായത് ഏർലിംഗ് ഹാലൻഡിന്റെ ടീമിനെതിരെ ഒരു സൗഹൃദ മത്സരം കളിക്കാൻ ഇപ്പോൾ ബ്രസീൽ ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. കൂടാതെ മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ഒരു മത്സരം കൂടി ജൂൺ മാസത്തിൽ കളിക്കാൻ ഇപ്പോൾ ബ്രസീൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിലെ എതിരാളികളെ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ വേൾഡ് കപ്പിന് യോഗ്യത നേടാത്ത ഏതെങ്കിലും ഒരു എതിരാളിക്കെതിരെ മാരക്കാനയിൽ വെച്ചുകൊണ്ട് കളിക്കാനാണ് ബ്രസീൽ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് ബ്രസീലിന്റെ ഫൈനൽ ഷെഡ്യൂൾ വരുന്നത്. അതായത് മാർച്ച് മാസത്തിൽ ക്രൊയേഷ്യയും ഫ്രാൻസും ആയിരിക്കും എതിരാളികൾ. പിന്നീട് ഏർലിംഗ് ഹാലൻഡിന്റെ നോർവേക്കെതിരെ ഒരു മത്സരം കളിക്കും. കൂടാതെ മാരക്കാനയിൽ വെച്ചുകൊണ്ട് ഒരു സൗഹൃദ മത്സരം കൂടി ജൂൺ മാസത്തിൽ ബ്രസീൽ കളിക്കും എന്നുള്ളതാണ്. ഏതായാലും കാർലോ ആഞ്ചലോട്ടി തന്റെ പരീക്ഷണങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. വേൾഡ് കപ്പിന് വേണ്ടി ഏറ്റവും മികച്ച ഒരു സ്ക്വാഡിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് ബ്രസീലിന്റെ പരിശീലകനുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.